മസ്ജിദുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് കുറച്ച് ഖുതുബകളിലൂടെ ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഖൈറുൽ ബിഖാഇ അൽ മസാജിദ്, ഈ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇടങ്ങൾ അത് പള്ളികളാണ്. വശറുൽ ബിഖാ അൽ അസ്വാഖ്, ഏറ്റവും വെറുപ്പുള്ളത് അങ്ങാടികളാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അടുപ്പമുണ്ടാകേണ്ടത് പള്ളിയുമായിട്ടാണ്. അത് നമസ്കാരത്തിൻ്റെ സമയം മാത്രമല്ല, പള്ളിയിൽ സമയം ചിലവഴിക്കാൻ, പള്ളിയുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യമുണ്ടാകും. മസ്ജിദ് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം സുജൂദ് ചെയ്യുന്ന സ്ഥലം, സുജൂദ് ചെയ്യുന്ന സമയം എന്നെല്ലാമാണ്. അപ്പോൾ സുജൂദുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മസ്ജിദിന് ആ പേര് ലഭിച്ചിട്ടുള്ളത്. പള്ളിയിൽ സുജൂദ് മാത്രമല്ല, പള്ളിയിൽ റുക്കൂ ഉണ്ട്, പള്ളിയിൽ ഖിയാമുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, മറ്റനേകം ഇബാദത്തുകളുണ്ട്. എന്നാൽ പള്ളിയിൽ നടക്കുന്ന ഇബാദത്തുകളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ കഴിയുന്നത് അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ, ഒരു അബ്ദ് സുജൂദിലാകുമ്പോഴാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ സുജൂദിലേക്ക് ചേർത്തുകൊണ്ടാണ് പള്ളികൾക്ക് മസ്ജിദ് എന്ന പേര് വന്നിട്ടുള്ളത്. മാത്രവുമല്ല, അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടാണ് പള്ളികളെ അള്ളാഹു പരിചയപ്പെടുത്തിയത്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് രണ്ട് രൂപത്തിലാണ് അള്ളാഹു കാര്യങ്ങൾ പറയാറുള്ളത്. ഒന്ന്, അള്ളാഹുവിൻ്റെ ദാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർക്കും. വജ്ഹുല്ലാ, യദുല്ലാ. രണ്ടാമത്തത് തഅലീമുള്ള, നമ്മൾ പ്രത്യേകമായി ആദരിക്കേണ്ട, ആദരവ് നൽകേണ്ട കാര്യങ്ങൾ, അത് അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് അതിൻ്റെ മഹത്വത്തെ അറിയിക്കുന്ന മഹത്വമുള്ള കാര്യങ്ങളെ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറയും. അങ്ങനെയാണ് പള്ളികൾ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറയുന്നത്. ഇപ്പോൾ മസ്ജിദ് എന്നുള്ളത്, പള്ളി എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെതാണ്. അതൊരു വീട്ടുകാർ നിർമ്മിച്ചതാണെങ്കിൽ, അതൊരു കുടുംബക്കാർ നിർമ്മിച്ചതാണെങ്കിൽ, അത് നാട്ടിലെ കുറച്ച് ആളുകൾ ചേർന്ന് നിർമ്മിച്ചതാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവർക്കുണ്ട്. പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ അതാ തറവാട്ടുകാരുടേതല്ല, അത് റബ്ബിൻ്റെതാണ്. അതാ കമ്മിറ്റിയുടേതല്ല, അത് റബ്ബിൻ്റെതാണ്. അത് ആരുടേതെങ്കിലും അവകാശം പറയാനുള്ള ഒന്നല്ല. ആ പള്ളി അള്ളാഹുവിൻ്റെതാണ്. ഹറമിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സൗദി ഭരണാധികാരി പോലും അറിയപ്പെടുന്നത് ഖാദിമുൽ ഹറമൈൻ അശ്ശരീഫൈൻ, ഖാദിമാൻ. രണ്ട് ഹറമുകളുടെ ഖാദിമാൻ, സേവകനാണ്. അപ്പോൾ ഒരു പള്ളി നിയന്ത്രിക്കുന്നവരുണ്ടെങ്കിൽ ആ പള്ളിക്ക് സേവനം ചെയ്യുന്നവരാണ്. അതിൻ്റെ അധികാരികളല്ല, അതിൻ്റെ ഉടമസ്ഥരല്ല. അത് റബ്ബിൻ്റെതാണ്. അതിൻ്റെ ഖാദിമുകൾ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ആ പള്ളി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു പള്ളിയുടെ അടിസ്ഥാനം എന്നുള്ളത് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ പള്ളിയിൽ അള്ളാഹുവിന് പുറമെ ഒരാളോടും പ്രാർത്ഥിക്കരുത്. ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യരുത്. ഇബാദത്ത് എന്ന് പോലുമല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒന്നിങ്ങനെ വ്യാഖ്യാനിക്കാം. അപ്പോൾ പ്രാർത്ഥന ഇബാദത്തല്ല, അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നത് ഇബാദത്തല്ല, അങ്ങനെയുള്ള ചോദ്യമല്ല, അങ്ങനെയുള്ള പ്രാർത്ഥനയല്ല. അതുപോലുമല്ല റബ്ബ് പറഞ്ഞത്. ഫലാ തദ്ഉ, നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ, പള്ളികളിൽ
മഅല്ലാഹി അഹദ, അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരാളോട് നിങ്ങൾ ദുആ ചെയ്യരുത്, നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അപ്പൊ ഇസ്ലാമിൻ്റെ പള്ളിയുടെ അടിസ്ഥാനം അതാണ്. ഒരു പള്ളിയുണ്ടോ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശമാണ്. അവിടെ നമസ്കരിക്കുന്നവർ ആ പള്ളിയിൽ അല്ലാഹുവല്ലാത്ത ഒരാളോട് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുണ്ടാകരുത്. സങ്കടകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ നാട്ടിലെ പല പള്ളികളിലും കെട്ടിയുയർത്തിയ ജാറങ്ങൾ, ആ ജാറത്തിന് ചുറ്റും തവാഫ് നടക്കുന്നു, ആ ജാറത്തിൽ സഅയ് നടക്കുന്നു, ആ പള്ളിയിൽ നിലവിളക്ക്, അവിടെ വെളിച്ചെണ്ണയും അതുപോലെയുള്ള നേർച്ച വഴിപാടുകളും നടക്കുന്നു. അല്ലാഹുവല്ലാത്തവർക്ക് എത്ര ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, യഹൂദികൾക്കും നസാറാക്കൾക്കും അല്ലാഹുവിൻ്റെ ലഅനത്തുണ്ടായി. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അമ്പിയാക്കന്മാരെ അവരിലേക്ക് പറഞ്ഞയച്ച പ്രവാചകന്മാരുടെ ഖബറുകളിൽ അവർ പള്ളികളുണ്ടാക്കി, അവിടെ സുജൂദുകൾ ചെയ്തു. അതുകൊണ്ട് യഹൂദികൾക്കും നസാറാക്കൾക്കും അല്ലാഹുവിൻ്റെ ലഅനത്തുണ്ടായി. ലഅനത്തുണ്ടാകട്ടെ. ഇസ്ലാമിൽ പള്ളിയും ഖബറും രണ്ടും രണ്ടാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പള്ളി വേറെയാണ്, മഖ്ബറ വേറെയാണ്, രണ്ടും ഒന്നിച്ചല്ല. നമ്മുടെ കേരളത്തിലും കുറച്ച് ഇടങ്ങളിലുമാണ് പള്ളിയോട് ചേർന്ന് തന്നെ ഖബർസ്ഥാനുകൾ ഉള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവിയിൽ 1/2 കിലോമീറ്റർ അകലെയാണ് ബഖിയ, പള്ളിയുടെ തൊട്ടരികിലല്ല. പിന്നീട് പള്ളി വികസിപ്പിച്ചു, ബഖിയവും വികസിപ്പിച്ചു, അപ്പോഴാണ് അരികിലേക്ക് എത്തിയത്. അന്നും പള്ളി വേറെ, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ പള്ളി വേറെ, ഖബർ വേറെ, മഖ്ബറകൾ വേറെ. ഇന്ന് പലപ്പോഴും ഖബറുകൾ എത്രത്തോളം പള്ളിയുടെ ഉള്ളിലേക്ക് പോലും എത്തുന്ന, ആ ഖബറുകളെ കെട്ടിപ്പൊക്കുന്ന, ഖബറുകൾക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു പറയാണ്, പള്ളികൾ എനിക്കുള്ളതാണ്, പ്രാർത്ഥനകളും എനിക്കുള്ളതാണ്. പള്ളി റബ്ബിനാണ് എന്നതുപോലെ തന്നെ ദുആ, പ്രാർത്ഥന അള്ളാഹുവിനുള്ളതാണ്. മിഹ്റാബിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് പല പള്ളികളിലും, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. കാലിഗ്രഫിയിൽ പള്ളിയിലേക്ക് കയറി വരുന്ന കവാടങ്ങളിൽ അതേ പള്ളിയിൽ സലാം വീട്ടിയതിന് ശേഷം അല്ലാഹുവല്ലാത്തവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു, ബദരീങ്ങളെ വിളിക്കുന്നു, അല്ലാഹുവല്ലാത്തവരിലേക്ക് കൈകൾ നീട്ടുന്നു. നമസ്കാരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എത്ര നേരം? ഒരു വട്ടമാണോ? അല്ലല്ലോ, ഓരോ ഫാത്തിഹയിലും നമ്മുടെ പ്രഖ്യാപനമാണ്. ഒരു അബ്ദും അല്ലാഹുവും തമ്മിലുള്ള കരാറാണത്. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞാൻ ഇബാദത്ത് ചെയ്യും, നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടൂ. ആ ഇബാദത്തിൽ സഹായതേട്ടം പെട്ടു. പിന്നെ എന്ത് രണ്ടാമതൊന്നുകൂടെ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് എടുത്തു പറഞ്ഞത്? അത് ഇബാദത്ത് അല്ലാഹുവിന് മാത്രമെന്ന് പറഞ്ഞാലും അധികം ആളുകളും വഞ്ചിക്കപ്പെടുന്ന, അധികം ആളുകളും പിഴച്ചു പോകുന്ന വിഷയമാണ് പ്രാർത്ഥന, സഹായതേട്ടം എന്നുള്ളത്. അത് ഉറപ്പിക്കാണ്. ഇബാദത്ത് പടച്ചോനെ നിനക്ക് മാത്രം, സഹായതേട്ടം റബ്ബേ നിനക്ക് മാത്രം. അത് അറബിയിൽ പ്രഖ്യാപിക്കുന്നു. അതേ മനുഷ്യൻ മലയാളത്തിൽ ബദരീങ്ങളെ വിളിക്കുന്നു, മലയാളത്തിൽ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു, ഖുർആനിൽ ഫാത്തിഹയിൽ അള്ളാഹുവിനോട് മാത്രമെന്ന് പറയുന്നു. സാധാരണ നമുക്കൊരു ഏർപ്പാടുണ്ട്. അറബിയിൽ കൈഫ ഹാലുക് എന്ന് ചോദിച്ചാൽ എല്ലാവരും മറുപടി അൽഹംദുലില്ലാ, സൈൻ, ഖുവൈസ്, ബിഖൈർ. മലയാളത്തിൽ എന്താ അവസ്ഥ? സുഖല്ലേ? എന്താ? ആകെ ഇടങ്ങേറാണ്, ആകെ പ്രയാസാണ്. അറബിയിൽ നമുക്ക് അൽഹംദുലില്ലയാണ്, മലയാളത്തിൽ നമുക്ക് ഇടങ്ങേറാണ്, പ്രയാസാണ്. അറബിയിൽ നിസ്കാരത്തിൽ കൈകെട്ടിക്കൊണ്ട് പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പള്ളിയിൽ അറബിയിൽ എഴുതി വച്ചിരിക്കുന്നു വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ.
അതേ മനുഷ്യൻ മലയാളത്തിൽ ബദരീങ്ങളെ, റിഫായി ഷെയ്ഖ്, മുഹിയുദ്ദീൻ ഷെയ്ഖ്, നാട്ടിലെ വ്യത്യസ്തങ്ങളായ ഔലിയാക്കളെ വിളിക്കുന്ന ദുഃഖകരമായ സാഹചര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് നൽകിയ വസിയത്ത്, വലാ തജ്അലു ഖബരി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുത്, ആഘോഷ കേന്ദ്രങ്ങളാക്കി മാറ്റരുത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വസനാക്കല്ലേ. എന്താണ് വസൻ? വിഗ്രഹം. നാട്ടി നിർത്തിയാൽ മാത്രമല്ല വിഗ്രഹം, മാലയിട്ടാൽ മാത്രമല്ല വിഗ്രഹം, തൊട്ടരികിൽ തിരികത്തിച്ചാൽ മാത്രമല്ല വിഗ്രഹം. ഖബർ കെട്ടിയുയർത്തിയാൽ, ആ ഖബറിന്റെ മുന്നിൽ വന്ന് കൈകൾ നീട്ടിയാൽ, തവാഫ് നടത്തിയാൽ, പൂക്കളർപ്പിച്ചാൽ, അതിന്റെ മുകളിൽ പച്ച തുണി വിരിച്ചാൽ അത് വസനാണ്, അത് വിഗ്രഹമാണ്. എന്റെ ഖബറിനെ വിഗ്രഹമാക്കല്ലേ. ഇന്ന് മുസ്ലിം സമുദായം പള്ളികളിൽ ഖബറുകൾ കെട്ടിയുയർത്തുന്നു, അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നു, അവിടെ ചെന്ന് സഹായം തേടുന്നു. കേരളത്തിലെ ചില ജാറങ്ങൾ, പള്ളിയോട് ചേർന്നുള്ള ചില ജാറങ്ങളിൽ ചില സ്ഥലത്ത് കയ്യു മാത്രമേ ഉള്ളൂ, ആളില്ല, ഒരു കയ്യു മാത്രം കിട്ടി, ആ കയ്യിന്റെ പേരിൽ ജാറം. ചില ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് ഊരും പേരുമില്ല, ഊരുമില്ല, പേരുമില്ല. തിരമാലകളിൽ ഒരു മയ്യത്തടിഞ്ഞു, അത് ജാറം കെട്ടിയുയർത്തി അതിനോട് പ്രാർത്ഥിക്കുന്നു. ആളുണ്ടോ എന്നുപോലും അറിയാത്ത ജാറങ്ങൾ. ഒരു ഔലിയയുടെ പേരിൽ 7 ജാറങ്ങളുള്ള നാടാണ് നമ്മുടെ നാട്. ഒരു മനുഷ്യന് 7 ജാറം, ഒരു ഔലിയക്ക് 2 ജാറം. ഞാൻ മരിച്ചാൽ ഖബർ കെട്ടിയുയർത്തരുതേ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്ത ചില പണ്ഡിതന്മാർ, അവരുടെ ഖബർ അവിടെ കിടക്കുന്നുണ്ട്, പകരം തൊട്ടപ്പുറത്ത് കെട്ടിപ്പൊക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് പോകുമ്പോൾ എന്നിട്ട് അവിടേക്ക് സിയാറത്ത് ടൂറുകൾ നടക്കുന്നു. ചെറിയ പ്രായത്തിൽ മദ്രസയിലെ കുട്ടികളെ കൊണ്ടുപോവാണ് വാഹനത്തിൽ. എന്തിനാണ്? ഖബർ സിയാറത്തിനു വേണ്ടി. മഹല്ലുകളിൽ സിയാറത്ത് ടൂറുകൾ, സിയാറത്ത് യാത്രകൾ, ജാരങ്ങളിൽ നിന്ന് ജാരങ്ങളിലേക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിൽ പഠിപ്പിച്ചു, ലാ തുശദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസത്തിൻ, തീർത്ഥാടനം പാടുള്ളതല്ല 3 പള്ളികളിലേക്കല്ലാതെ. ബാക്കി എല്ലാ പള്ളിയും ഒരുപോലെയാണ്. ആ 3 പള്ളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് ആ പള്ളി. അതല്ലാത്ത ഏതു പള്ളിയും ഒരുപോലെയാണ്. അവിടേക്കൊരു തീർത്ഥാടനമില്ല, അവിടേക്ക് പ്രത്യേകമായ ഒരു സിയാറത്തില്ല. ഇനി എന്തിനാണ് ഖബർ സന്ദർശിക്കാൻ ഇസ്ലാം പറഞ്ഞത്? സൂറു, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം, ഖബർ സന്ദർശിക്കണം. സൂറു അൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾക്ക് മരണത്തെ ഓർമ്മിപ്പിക്കും, ആഖിറത്തിനെ ഓർമ്മിപ്പിക്കും. പല രൂപത്തിൽ ആ റിവായത്ത് വന്നു. ഖബർസ്ഥാന്റെ അരികിൽ ചെന്നാൽ നമ്മുടെ കൂടെ ജനിച്ച് നമ്മുടെ കൂടെ കളിച്ചു വളർന്ന കുറെ മനുഷ്യർ അവരാ ഖബറിൽ കിടക്കുന്നുണ്ട്. കുട്ടികളുടെ ഖബറുകളുണ്ട്, പ്രായമായവരുടെ ഖബറുകളുണ്ട്, പരിചിതരുടെ ഒരുപാട് ഖബറുകൾ. റബ്ബേ, അവര് ജീവിതം തുടങ്ങി. അതുപോലെ എനിക്കും ചെന്ന് കിടക്കാനുള്ളതാണല്ലോ. ഈ ആയിരക്കണക്കിന് ഖബറുകൾക്കിടയിൽ ഒരു ഖബറിൽ എനിക്കും കടിയാനുള്ളതാണല്ലോ. ആ മരണത്തെ ഓർക്കാനാണ്, ആ ആഖിറത്തിനെ ഓർമ്മിപ്പിക്കാനാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് സിയാറത്ത് ടൂർ പോകുന്നത് എന്തിനാ? മഹലിൽ ആർക്കും മരണത്തെക്കുറിച്ച് പേടിയില്ല, ആർക്കും ആഖിറത്തിനെ കുറിച്ച് പേടിയില്ല. അതുകൊണ്ട് തഖ്വ ഉണ്ടാക്കാനാണോ ഈ സിയാറത്ത് ടൂറുകൾ? മദ്രസയിലെ ഫിത്രത്തിലുള്ള ശുദ്ധ പ്രകൃതിയിലുള്ള ആ കൊച്ചുകുട്ടികളെപ്പോലും ജാരങ്ങളിൽ നിന്ന് ജാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണ്? അതിന്റെ ലക്ഷ്യം എന്താണ്? വിസ റെഡിയാകാൻ, നഷ്ടപ്പെട്ടുപോയ സ്വർണം തിരിച്ചു കിട്ടാൻ, മകളുടെ കല്യാണം അത് റെഡിയാകാൻ, മകളുടെ പ്രസവം പ്രയാസങ്ങളില്ലാതെ നടക്കാൻ, അങ്ങനെ അങ്ങനെ ആയിരക്കണക്കിന് ആഗ്രഹങ്ങൾ. ആ ആഗ്രഹ സഫലീകരണത്തിന് ജാരങ്ങളിൽ നിന്ന് ജാരങ്ങളിലേക്ക് പോകുമ്പോൾ, പ്രിയമുള്ള മുസ്ലിം സഹോദര, ഒരു വലിയ ദൗത്യം നമുക്കുണ്ട്. പള്ളികളുടെ ലക്ഷ്യം, മസ്ജിദുകളുടെ ലക്ഷ്യം തൗഹീദാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് പള്ളികൾ, അള്ളാഹുവിനുള്ളതാണ് പ്രാർത്ഥന,
ആ റബ്ബല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകൾ നീട്ടുന്ന, ആ റബ്ബല്ലാത്തവരിലേക്ക് ദുആകൾ നീട്ടുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകരുത്. ഈ സന്ദേശം കൈമാറേണ്ടവരാണ് നമ്മൾ. അല്ലാഹു തൗഹീദിലായി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. നമ്മുടെ നാട്ടിലെ പല പള്ളികളിലും തൗഹീദിനെതിരായി കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ. ചില പള്ളികളിൽ കാണാം 777 വക, 1111 വക, ഹറമിലേക്ക് പോലും പോകുന്നത് ഇതുമായിട്ടാണ്. ഹറമിലേക്ക് പോലും ഇഖ്റ എന്ന കൽപ്പന ഇറങ്ങിയ ആ ഹറമിൽ, ആ മക്കയിൽ, അവിടേക്ക് പോലും ഈ വകയുമായി പോകുന്നു. അള്ളാഹുവിൻ്റെ പള്ളിയിൽ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏടുകൾ, മാലകൾ, ഖുതുബിയ്യത്തുകൾ. എന്താണ് ഖുതുബിയ്യത്ത്? ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് നടന്നോട്ടെ, നമ്മൾ അതിനൊന്നും ഇങ്ങനെ എതിർക്കാൻ പോകേണ്ട ആവശ്യമില്ല. മുസ്ലിം മഹല്ലുകളിൽ നടക്കുന്ന ഏർപ്പാടാണിത്. ഖുതുബിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഖുതുബിനെ പറ്റിയുള്ള മദ്ഹ് ഗാനമാണ്. എന്താണ് ഖുതുബ്? ഖുതുബ് എന്ന് പറഞ്ഞാൽ അച്യുതണ്ട്, ഈ ലോകത്തിൻ്റെ അച്യുതണ്ട്. പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ഖുതുബുണ്ട്. ഒരു ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ ആ കുട്ടി പറയും അല്ലാ. അത് ഫിത്രത്താണ്, ശുദ്ധപ്രകൃതിയാണ്. ഷെയ്ത്താൻ പഠിപ്പിച്ചു കൊടുത്ത അഖീദ എന്താണെന്നറിയോ? ഈ നൂറ്റാണ്ടിൽ CM ആണ്. അതുപോലെ തന്നെ മുഹിയുദ്ദീൻ ശൈഖാണ്. മുഹിയുദ്ദീൻ ശൈഖ് അറിയപ്പെടുന്നത് ഖുതുബുൽ അഖ്താബ്, അച്യുതണ്ടുകളുടെ അച്യുതണ്ട്. ലോകം നിയന്ത്രിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം നിയന്ത്രിക്കുന്ന വ്യക്തി. ആ മുഹിയുദ്ദീൻ ശൈഖിനെ മദ്ഹ് പാടുന്ന, വിളിച്ചു പ്രാർത്ഥിക്കുന്ന ചടങ്ങുകൾ കേരളത്തിലെ ഭൂരിപക്ഷ പള്ളികളിലും പല വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു. 1000 തവണ വിളിക്കണം എന്നാണ്. 1000 തവണ വിളിക്കണം. അപ്പം അതിന് പുതിയൊരു തന്ത്രം, 10 ആള് വീതം 100 തവണ വിളിക്കും. ചതിയിലും വഞ്ചനയാണ്. 10 ആളുകൾ ഇരിക്കും, എന്നിട്ട് ഒരാള് 100 തവണ. മറ്റൊരു നിബന്ധനയാണ്, മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോൾ ഒറ്റക്ക് വിളിക്കണം. അപ്പോൾ ഒറ്റക്ക് വിളിക്കുക എന്നൊക്കെയുള്ളത് പ്രയാസമാണ്. അപ്പം അതിന് പുതിയൊരു ട്രിക്കാണ് വിളക്കണക്ക, ലൈറ്റ് അണക്ക. പള്ളിയിൽ ലൈറ്റ് ഓഫ് ചെയ്ത് ചിലപ്പോൾ നമുക്കും തോന്നും പള്ളിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു, വിളക്കില്ല, വെളിച്ചല്ല. എന്താണ്? വിളക്കണച്ച് മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുകയാണ്. 1000 തവണ ഒറ്റക്കിരുന്ന് വിളക്കണച്ച് യാ ശൈഖ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിച്ചാൽ ഉടനെ ഉത്തരം കിട്ടുമെന്നാണ്. ആ ഇരിക്കുന്ന ആളുകളുടെ നടുവിൽ ഒരു പലക ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ സ്ത്രീകൾ പത്തിരി പരത്തിയിരുന്ന ഒരു പലക, ആ പലക വെക്കും, അതിൽ പൊടി വിതറും. ഇതെന്തിനാണ്? 1000 തവണ വിളിച്ചിട്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു കാൽപ്പാട് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ വിളക്കണക്കുമ്പോൾ ആരോ ഒരാൾ അതിൽ ചവിട്ടി, വെളിച്ചം വന്നാൽ ആ കാൽപ്പാട് കാണാം. അപ്പോൾ ഉറപ്പിച്ചു, ബഗ്ദാദിൽ നിന്ന് മുഹിയുദ്ദീൻ ശൈഖ് നമ്മളെ പള്ളിയിലേക്ക് വന്നു. ബഗ്ദാദിലെ ഖബറിൽ കിടക്കുന്ന ശൈഖ് ഇതാ പാലക്കാടെത്തി, നമ്മളെ പള്ളിയിലെത്തി, ശൈഖ് വന്നിട്ടുണ്ട്, ഇനി ചോദിച്ചോളൂ എന്നിട്ട് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ പള്ളിയിലിരുന്നു കൊണ്ട് ബഗ്ദാദിൽ മരണപ്പെട്ട് കിടക്കുന്ന ശൈഖിനെ വിളിക്കുന്ന മനുഷ്യന്മാർ, ആ വിളിക്കുന്നതിന്റെ തൊട്ടരികിൽ ശർക്കരയും കുരുമുളകും പൊടിച്ചു വെച്ചിട്ടുണ്ടാകും. ഇതെന്തിനാണ്? 1000 വട്ടം വിളിക്കണം, അപ്പൊ ശബ്ദം പോകും. ആ രൂപത്തിലുള്ള വിളിയാണ്. അപ്പൊ സൗണ്ടിന് പ്രശ്നമൊന്നും ഉണ്ടാകരുത്. അപ്പൊ ഇടയ്ക്ക് സൗണ്ടിന് പ്രയാസം വരുമ്പോൾ കുറച്ച് ശർക്കരയും ആ കുരുമുളകും അത് പൊടിച്ചതിട്ട് അത് കടിച്ച്
1000 തവണ അള്ളാഹുവിന്റെ ഭവനത്തിലിരുന്ന് മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്ന മനുഷ്യന്മാർ. ഇസ്ലാം എന്താണ്? തൗഹീദ് എന്താണ്? പള്ളികൾ നൽകുന്ന സന്ദേശം എന്താണ്? അള്ളാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തുകയാണ്, ഇന്ന റബ്ബി ലസമീഉദ് ദുആ. തീർച്ചയായും റബ്ബ് സമീഉദ് ദുആ, പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്. റബ്ബ് ഖരീബാൻ, അകലെയല്ല. അടിമകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തവനല്ല. ഖരീബ്, മുജീബ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. ഇന്നഹു സമീഉൻ ഖരീബ്. അല്ലാഹു സമീആണ്. 1000 വട്ടം വിളിക്കണ്ട, ഒരു തവണയും വിളിക്കണ്ട. മനസ്സൊന്ന് വിമ്പിയാൽ, മനസ്സൊന്നു വേദനിച്ചാൽ, ഹൃദയമൊന്നു പിടഞ്ഞാൽ, ആ ഹൃദയത്തിന്റെ പിടച്ചലറിയുന്ന, കണ്ണിന്റെ കണ്ണുനീരറിയുന്ന റബ്ബാണ്. ശബ്ദം വേണമെന്നില്ല, ഭാഷ വേണമെന്നില്ല. ആ ഹൃദയത്തിന്റെ വിങ്ങലറിയുന്ന സമീആയ അലീമായ റബ്ബ്. പ്രിയമുള്ളവരെ, ആ റബ്ബിനെ മാറ്റിവെച്ചുകൊണ്ട് ജാറങ്ങളിലേക്കും പടപ്പുകളിലേക്കും മാനപ്പാട്ടുകളിലേക്കും അല്ല ഇസ്ലാമിലെ പള്ളികൾ ക്ഷണിക്കേണ്ടത്. പള്ളികൾ തൗഹീദിന്റെ മിനാരങ്ങളാണ്. പള്ളികൾ തൗഹീദിന്റെ പഠന കേന്ദ്രങ്ങളാണ്. ആ പള്ളിയിൽ കുരുന്നുകൾക്ക് കൈമാറേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിതത്തിന്റെ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനെ മാത്രമേ വിളിക്കാവൂ എന്ന ആദർശമാണ് മസ്ജിദുകൾ കൈമാറേണ്ടത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഭവനത്തിൽ നമസ്കരിക്കുന്ന മുസ്ലിം സഹോദര, മുസ്ലിം സഹോദരി, നമ്മൾ തൗഹീദിന്റെ വാഹകരാകണം. ഒരു മനുഷ്യൻ തൗഹീദില്ലാതെ മരിച്ചാൽ നരകത്തിലാണ്. നരകത്തിലാണ്. ഒരു സംശയം ആ വിഷയത്തിൽ വേണ്ട. ആളുകൾക്ക് തൗഹീദ് എത്തിക്കണം, തൗഹീദ് കൈമാറണം. തൗഹീദിലായി മരണപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. റഹ്മാനായ റബ്ബ് ശരിയായ അഖീദയിൽ ഉറച്ചു നിൽക്കാൻ, ആ വിശ്വാസത്തിൽ മരണപ്പെടാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ.